ഹായ്, ഇന്ന് ചിത്തിര. ഇന്നും പൂക്കളം ഒരുക്കണ്ടേ നമുക്ക്? അപ്പം അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. കുളിച്ച് കുറിയൊക്കെ തൊട്ട് കളമൊക്കെ വൃത്തിയാക്കണം. ഇനി ഇതൊക്കെ കുഞ്ഞിലേ തൊട്ടുള്ള ശീലങ്ങളായതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇന്നലത്തെ കളം നമ്മൾ വൃത്തിയാക്കണം. അപ്പം ആ പൂക്കളെല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ചാണകം തളിക്കാം. ചാണകം ഇല്ലയെന്നുണ്ടെങ്കിലേ ഇതിപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കട്ടിയായിട്ട് ചാണകം തളിച്ചായിരുന്നു. പിന്നെ ഇവിടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒലിച്ച് പോയതൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം തളിച്ചിട്ട് അതൊന്ന് തളിച്ചതേ ഉള്ളൂ. പുതിയതായിട്ട് ചാണകം ഇട്ടില്ല. പിന്നെ ഇനി പൂക്കളെ ശേഖരിക്കണം. നമുക്കിവിടെ കുറേ തൊട്ടാവാടിപ്പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു തൊട്ടാവാടി പിച്ചാം. തൊട്ടാവാടി ഒരു ദിവസമല്ലേ നിൽക്കൂ, ഇന്ന് തന്നെ അങ്ങ് വാടിപ്പോകത്തില്ലേ. അതുകൊണ്ട് തൊട്ടാവാടി പിച്ചാം. പിന്നെ കോളാമ്പി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെച്ച് കോളാമ്പി കുറച്ച് ദിവസം കൂടെ നിൽക്കുമല്ലോ. തൊട്ടാവാടി, ചെമ്പരത്തി അതൊക്കെ അന്ന് തന്നെ അങ്ങ് പോകുമല്ലോ, അപ്പം വാടിപ്പോകത്തില്ലേ. അതുകൊണ്ട് തൊട്ടാവാടി പൂവും ചെമ്പരത്തി പൂവാണ് ഇന്ന് നമ്മൾ പൂക്കളത്തിലേക്ക് ഇടുന്നത്. തൊട്ടാവാടിപ്പൂ എന്ന് പറയുമ്പം ഒരു നല്ല ഭംഗിയുള്ള കളർ, ലാവൻഡർ കളറിൽ ഒന്നൊന്നായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിയത്തില്ലെങ്കിലും ഇങ്ങനെ കുറേ പറിച്ച് വയ്ക്കുമ്പോൾ നല്ല ഭംഗി അത് കാണാനായിട്ട്. നോക്കണ്ട, അങ്ങനെ വലിയ ഡിസൈനൊന്നും അല്ല. ഇങ്ങനെ പൂക്കൾ പറിച്ച് വട്ടത്തിൽ വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ പൂക്കളം. ഈ പൂക്കളിങ്ങനെ പിച്ചി ഇതളുകളാക്കി വയ്ക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ തന്നെ ഞാൻ വയ്ക്കുന്നത്. പിന്നെ 7-ാം ദിവസം 8-ാം ദിവസം അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഷോർട്ടേജ് വരുമല്ലോ പൂവിന്. അങ്ങനെ ആകുമ്പോൾ ഒറ്റകൈ പ്രയോഗം നടത്തും. അല്ലാത്തപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും പൂക്കൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പൂക്കളം. നല്ല രസമായിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അല്ലേ, നമ്മളെന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിലത്തെ കാലങ്ങളിലേക്കൊക്കെ ഓർമ്മകൾ പോവില്ലേ.